അതെ, ബാങ്ക് ബാങ്ക് ബാങ്ക്. എവിടെയാണ് ക്ലീറ്റസ് ഇത്? 8 മാസമായ ബാങ്കിൻ്റെ ലോണിൻ്റെ കുടിശ്ശിക. അറിയാം സർ. ബാങ്ക് ആക്ഷൻ എടുക്കാൻ പോവാണ്. ഞാനധികം വൈകാതെ അടയ്ക്കാം. ക്ലീറ്റസേ, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറയുക, ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എടോ, താനൊരു കാര്യം ചെയ്യും, 4-5 മാസത്തെങ്കിലും അടയ്ക്കാൻ നോക്കും. ബാക്കി നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ? നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് കാര്യത്തിന്? നഷ്ടമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സാറേ, ഞാൻ സാറിൻ്റെ ജീവിത വിജയത്തിന് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. വെരി ഗുഡ്. എന്താ പേര്? എൻ്റെ പേര് മധുസൂദൻ. പറയൂ മിസ്റ്റർ മധുസൂദൻ. സാർ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് സാമ്പത്തികവാദികളെ കൂടിയിട്ടേ എനിക്കിപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്രശ്നമുണ്ട്. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ എനിക്ക് ഓഫർ സ്വീകരിച്ച് എൻ്റെ ലയബിലിറ്റീസൊക്കെ തീർക്കാം, അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ധൈര്യമായിരിക്കൂ. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട യാതൊരു കാര്യവുമില്ല. ബ്രീത്ത് വിട്ടോട്ടെ സാർ. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ലയബിലിറ്റീസ് തീർക്കൂ. അതാണ് ചെയ്യേണ്ടത്. തിങ്ക് പോസിറ്റീവ്. ചായ ഇന്നും കട്ടൻ. ജീവിതം അങ്ങോട്ട് നിറഞ്ഞു തുളുമ്പട്ടെ. ഹലോ മിസ്റ്റർ മധുസൂദൻ, മനസ്സിലാവുന്നുണ്ടോ? ഓ, മനസ്സിലാവുന്നുണ്ട് സാർ. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരില്ല. വന്ന അവസരങ്ങളോട് യെസ് പറയുക. യെസ് യെസ് സർ. പിന്നെ മിസ്റ്റർ മധുസൂദൻ, നിങ്ങൾ പിടിച്ചു പറിക്കാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും അല്ലല്ലോ പോകുന്നത്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. അയ്യോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ അഡ്വാൻസ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. തീർച്ചയായും പങ്കെടുക്കാം സാർ. താങ്ക് യു താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. താനത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് കിടക്കാണോ? അതേ, നമ്മുടെ ജോസിന്റെ പെങ്ങളെ കല്യാണം ഉറച്ചു. പെട്ടെന്ന് നടക്കുന്നാ പറഞ്ഞേ. ആ സ്വർണത്തിന്റെ കാര്യം 2 ദിവസത്തിനകം ശരിയാക്കാം. പറ്റിയ സമയം. ഇതും കൂടെ ചേർത്തിപ്പോൾ 15 ലക്ഷം. നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ സമയവും ഞാൻ തന്നു. ആ സമയം കഴിഞ്ഞു പോയല്ലോ ക്ലീറ്റസേ. സാർ, ഞങ്ങൾ പരമാവധി ശ്രമിക്കും. നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നല്ല, ബട്ട് ഐ വോണ്ട് റിസൾട്ട്. ഈ 15 ലക്ഷം രൂപ സിറ്റിയിൽ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിന് കൊടുത്താൽ എനിക്കതിൻ്റെ നൂലാമാലകൾ അറിയാം ക്ലീറ്റസ്. അവർക്ക് വേണമെങ്കിൽ അത് വെച്ച് ആജീവനാന്ത ബ്ലാക്ക്മെയിൽ ചെയ്യും. അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പോലീസിൻ്റെ കയ്യിൽ പെട്ടാൽ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പുറംലോകം പറഞ്ഞ പിന്നെ എനിക്കെൻ്റെ മകളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സാർ, ഞങ്ങൾ ചെയ്തോ. ഒരു 2 ആഴ്ച, 2 ദിവസം. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ മനീഷ് അവൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകും. ചിലപ്പോൾ അവനോട് സെറ്റിൽ ചെയ്യും. Then what?
സൈഡിൽ നിന്ന് പ്രൊഡ്യൂസർ വിളിക്കുന്നു, ഞാൻ അമ്മയെ കാണാൻ പോയിട്ട് ഒരാഴ്ചയായി. എടി എനിക്കൊരു കാര്യത്തിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജീന, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പക്ഷെ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. മനീഷിന്റെ ദുബായ് പ്രോഗ്രാമിന്റെ കാര്യം നീ ഡാഡിയോട് പറഞ്ഞോ? മനീഷ് കുറച്ചുകൂടി നല്ല പൊസിഷൻ എത്തുമ്പോ ഡാഡി ഹാപ്പി ആവും. നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. ഡാഡി, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ എന്റെ ഭാഗത്തൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ട് വഴിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ വരുമോ ക്ലീറ്റസേ? എടോ ഗിരി, അവന് വരാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേനില്ലേ? അതും കറക്റ്റാണ്. അത് ശരി, നിങ്ങളുടെ പെരുന്നാൾ ഇനിയും കഴിഞ്ഞില്ലേ? ഒന്നും പറയാനില്ല മനുഷ്യ, പള്ളി പെരുന്നാളിനാകെ നാട്ടിൽ പോണത്. അടിച്ച് വിറ്റായി വണ്ടി എടുക്കാൻ പറ്റുക. അത് പിന്നെ കൊടുക്കാത്ത പെട്രോളിംഗ് അല്ലേ? വിളിച്ചത് ബുദ്ധിമുട്ടായോ? ചുമ്മാ പാതിരാത്രിക്ക് നിന്ന് ഫോർമാലിറ്റിക്കകത്ത് ചേട്ടന്മാർ വന്ന് വണ്ടി കയറി പോലെ വാ. ഇത് പിടിച്ചു തണ്ടാക്കി കയറ്, ഞാൻ ഫ്രണ്ടിൽ കയറാം. ആ പോയേക്കാം അല്ലേ? ഓ, എത്ര കാലമായെന്നറിയോ ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയിട്ട്. ഓഹ്, കുഞ്ഞിലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആണോ? വെടിക്കെട്ടും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു ഇന്ന്. ബാൻഡുകളോ? ആ, മാനസങ്ങളിൽ പാടിക്കാണോ അല്ലേ? ഏ അതെന്താണ്? അവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ലേ മാനസങ്ങളിൽ? ഓ, ബാൻഡുകൾ. അയ്യോ, കേട്ടിട്ടില്ലേ? ധ്വനിയിലെ പാട്ടാണ്, അടിപൊളിയാണ്. മാനസ നിലയിൽ ആ എങ്ങനെയുണ്ട്? അല്ല, ഈ ശ്രീകുമാർ സാറിനെ നിങ്ങൾക്കറിയോ? ശ്രീകുമാർ സാറിനെ അറിയോ? എന്താ വിഷയം? അല്ല, ഞാൻ സാറിനെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. പുള്ളിയുടെ വണ്ടി എൻ്റെ വർക്ക്ഷോപ്പിലാണ് ശരിയാക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? ഇല്ല, ഒന്നുമില്ല, അത് ശരിയാവില്ല. ഏയ്, ഒന്നുമില്ല. എന്ത്? ഒരു സെക്കൻഡ്, മൂത്രമൊഴിക്കട്ടെ. ഓ, അവനെന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഉണ്ടാവും. അല്ലാണ്ട് അവനങ്ങനെ ചോദിക്കുമോ? ഇനി എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഇനി നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടില്ല. എന്തായാലും ചെയ്യണം.
മോളെ, ഞാനൊരു തീരുമാനമെടുത്തു. നിന്റെയും മനീഷിൻ്റെയും കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഡാഡി ശരിക്കും? മനീഷിനോട് ഇതിപ്പോൾ പറയാൻ നിൽക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഭക്ഷണം എടുത്ത് വയ്ക്കുക, നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. ഓക്കെ ഡാഡി. അപ്പൊ ജീനയെ അറിയായിരിക്കുമല്ലോ അല്ലേ? അതാരാ? ശ്രീകുമാർ സാറിന്റെ മോള് ജീന. ഓ ഹോ ഹോ. എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് റിലേഷൻഷിപ്പില്ല. സാറിനത് അത്ര താല്പര്യമില്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാട് അല്ലേ? ശ്രീകുമാർ സാറിനോട് സംസാരിച്ചു നോക്കിക്കോട്ടെ. ഞാനത് ആലോചിച്ചു, ശരിയാവില്ല. ഹലോ മോനെ മനു, അമ്മാനാടാ. അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എവിടെ? മേരിമാതയിലാണോ? അതേ മോനെ, മോൻ പെട്ടെന്ന് വരണം, ഐസിയുല.